ഞാനിപ്പോൾ ലൈവായിട്ട് വരാനുള്ള കാരണം അങ്ങോട്ട് കാണാൻ ഇതിൻ്റെ അരപ്പട്ടാണ്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നടക്കുന്ന സാധനം അത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രശ്നം എന്താ വെച്ചാൽ ഈ ചെയിൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ പറ്റ കേടന്ന് കണ്ടില്ലേ, രണ്ട് ഭാഗം നോക്കുകയാണെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോഴും അത് അതേമാതിരി ഓപ്പണായി കാണുക. ഇനി ഇത് ശരിയാക്കേണ്ട രീതി ഞാൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കട്ടിംഗ് പ്ലെയർ ഉണ്ടല്ലോ, കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ചവണമെന്ന് ഞങ്ങളുടെ നാട്ടിൽ ചവണമെന്നാണ് പറയുക. ഇപ്പോൾ വേറെ എന്തൊക്കെ വർക്കുകളാണോ ഈ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ചവണ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ സൈഡ് ഇതാ ഈ പോയിൻ്റ് ഇവിടെയും ഇവിടെ ഒന്ന് പതുക്കെ പ്ലസ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഈ ഭാഗത്ത് ഇതാ ഇവിടെയും ഒന്ന് പതുക്കാൻ നല്ല അമർത്തി ഇതാക്കരുത്. നല്ല അമർത്തി കഴിഞ്ഞാൽ പൊട്ടും. ഈ സൈഡ് ഇത് രണ്ടും പൊട്ടും. രണ്ട് ഭാഗം ഒന്ന് ഇവിടെ പതുക്കെ ഒന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി പതുക്കെ ഈ ഭാഗത്തും ഈ ഭാഗം ഉണ്ടല്ലോ ലാസ്റ്റ് ഭാഗം അവിടെയും ഒന്ന് പതുക്കെ ഞാൻ ചവണ എടുത്തിട്ട് ഒന്നുകൊണ്ട് പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു തുള്ളി എണ്ണ ഇവിടെ ഇങ്ങനെ ഇട്ടിച്ച് കൊടുക്കുക. അപ്പൊക്കെ അത് ഇട്ടിച്ചതിന് ശേഷമാണ് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെയിന് വലിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, പതുക്കെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മളത് എവിടെയാണ് ഇത് ഓപ്പനാക്കണം ആ ഭാഗത്തേക്ക് കൊടുന്നിട്ട് പിന്നെ അവിടെ നിന്ന് വലിച്ച് കറക്റ്റാക്കി കൊടുന്ന സംഭവം ഉഷാറാവും. അപ്പോൾ എൻ്റെ ചെയ്ത് തരാൻ കാണിച്ചു തരാൻ ഇപ്പോൾ എനിക്ക് ഒരു മാർഗ്ഗമില്ല, കാരണം എൻ്റെ കയ്യിൽ ഫോണാ. ഇതാണ് സംഭവം, കണ്ടില്ലേ. ഇത് നമ്മളെ കുട്ടികൾ കൊണ്ടുപോകുന്ന ബാഗും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും അതേമാതിരി നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നല്ലാണ്ട് അമർത്തിയിട്ട് പ്രത്യേകിച്ചും പറയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പിന്നെ ലൂസായി വരികയെന്നെങ്കിൽ അത് ആ ചവണ കൊണ്ട് തന്നെ വീണ്ടും ഒന്നും കൂടിയും ഒന്ന് പതുക്കെ പ്ലസ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാവുള്ളൂ. അല്ല ഒറ്റയടിക്ക് അമർത്തിയിട്ടാണ്. അപ്പോൾ ഈ സൈഡോട് പൊട്ടി രണ്ട് കഷ്ണമാവും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഞാൻ ശരിയാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഓക്കെയാണ്, ഇതിന് പ്രശ്നമില്ല, കണ്ടില്ലേ. ഇതിനാണ് പ്രശ്നം. ഓക്കെ.